കെ സുധാകരനെ തള്ളി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അനവസരത്തിലുള്ള പ്രസ്താവനകൾ അനുചിതമാണ്. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് സമയമായിട്ടില്ല. കോൺഗ്രസിന് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. സോഷ്യൽ മീഡിയയിലല്ല ചർച്ചകൾ വേണ്ടതെന്നും സണ്ണി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. KPCC ആസ്ഥാനത്ത് KPCC പ്രസിഡന്റുണ്ട്. അദ്ദേഹത്തിനോട് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. പ്രസിഡന്റ്, റിസൾട്ട് മെയ് 4 വരൂ. പക്ഷെ മുഖ്യമന്ത്രി ചർച്ചകളാണ് പാർട്ടിക്കകത്ത്. അത് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവും, UDF ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ജനങ്ങളുടെ ഒരു ട്രെൻഡ് അതാണ്. പക്ഷേ മുഖ്യമന്ത്രി പേര് വെച്ച് ചർച്ചയുടെ സമയമായിട്ടില്ല. കോൺഗ്രസിന് അതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, ജയിച്ചു വരുന്ന MLA-മാരുടെ യോഗം ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വിളിച്ചു കൂട്ടും. ആ യോഗത്തിൽ മുതിർന്ന ഹൈക്കമാൻഡ് നേതാക്കന്മാർ വന്ന് MLA-മാരുടെ അഭിപ്രായം ആരായും. അതിനുശേഷം അവർ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. ആ തീരുമാനം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കും, അനുസരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോഴേ ഇതിൻ്റെ ഒരു ചർച്ച, ചില സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ കൃത്രിമ അക്കൗണ്ട്, ഫേക്ക് അക്കൗണ്ടിലൂടെയും ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതിലാരും കുടുങ്ങരുത്. എല്ലാവരും വെയിറ്റ് ചെയ്യണം, കാത്തു തന്നെ നിൽക്കണം. അതാണ് നേതാക്കന്മാരും സഹപ്രവർത്തകരും അണികളും അനുഭാവികളും എല്ലാവരും അക്കാര്യത്തിൽ മിതത്വം പാലിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രസിഡന്റ് അത് പറയുമ്പോഴും ഈ ഫേക്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ മുൻ KPCC പ്രസിഡന്റ് മുതിർന്ന നേതാവ് പോലെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലല്ലോ. അദ്ദേഹം ഉൾപ്പെടെ പറയേണ്ട ഒരു വേദിയിൽ പറയണം, പരസ്യമാക്കേണ്ട ഇതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും നേതാക്കളെ പേര് വെച്ച് ചർച്ച ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടി നൽകുന്നത് ഒരു മോശം സന്ദേശമല്ലേ? ജനങ്ങൾ ഒറ്റപ്പേരിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിൽ ഒന്നിലേറെ പേരുകളുണ്ടാവും. അത് ഡിസ്കഷനിൽ ഒറ്റപ്പേര് മാത്രമായിരിക്കുമല്ലോ. ഒന്നിലേറെ പേരുകൾ ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയുടെ ഫലമായിട്ട് ഒറ്റപ്പേരിലേക്ക് എത്തും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ് എൻ്റെ നടപടിക്രമം. അത് തന്നെ വരും. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഈ കാര്യം നേതാക്കളെ അല്ലെങ്കിൽ അണികളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൂടെ? അതിപ്പോൾ അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്നാണ് ഇപ്പം അതിനായിട്ട് അവസരം കിട്ടിയത്. എല്ലാ മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്, നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. പലരും ഇപ്പോൾ ഖാർഗേജിക്ക് കത്ത് വരെ അയച്ചിട്ടുണ്ട് നേരത്തേക്ക്. അത് കത്തയച്ചതൊക്കെ ഐക്യത്തിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടല്ലേ. ഓക്കെ, എന്തായാലും പാർട്ടി നല്ല കോൺഫിഡൻ്റ് ആണോ? വിജയിക്കുന്നുള്ള കുറച്ച് വിശ്വാസമാണ്. അതുകൊണ്ടായിരിക്കും ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അതൊരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ KPCC പ്രസിഡന്റ് അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ട് പാർട്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനുള്ളൊരു വിശദീകരണമായിട്ടാണ് KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്.